ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞായറാഴ്ച, അപ്പോൾ ഇന്ന് നമുക്ക് വർക്കൊന്നുമില്ല, വീട്ടിൽ തന്നെ ഉണ്ട്. ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ, വീട്ടിലെ ചെറിയ വിശേഷങ്ങളുടെ ഒരു വീഡിയോ ആണ് ഇന്നത്തെ വ്ളോഗിൽ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. വിശേഷമാണ് താണ്ട ഈ ബോഗൺവില്ല ചെടി. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച വാങ്ങിച്ച ചെടിയാണ്. അപ്പോൾ അത് നമ്മളിവിടെ റെഡിയാക്കി നിർത്തിയിരിക്കുകയാണ്. നമ്മുടെ മീൻ കുളം ചെടി. പിന്നെ ഒരു പുതിയ വിശേഷം എന്ന് പറയുന്നത്, നമ്മൾ ഇവിടെ താമര വളർത്തുക എന്നുള്ള ചെറിയൊരു പരിപാടിയുണ്ട്. അപ്പോൾ അതിനുവേണ്ടി അതിൻ്റെ വിത്തുകളെല്ലാം ഇവിടെ റെഡിയാക്കി നമ്മൾ വിത്തുകൾ തന്നെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളത്തിൽ വിത്തുകളിട്ട് അത് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പം ഏകദേശം 3 ആഴ്ച കഴിഞ്ഞ വിത്തുകളാണ്. എല്ലാം വേരുകളൊക്കെ ആയിട്ടുണ്ട്. ഇതാ ഇലയായിട്ടുണ്ട്, ചെറിയ ഇലയായിട്ടുണ്ട്. ഇത് 2 ആഴ്ച കഴിഞ്ഞുള്ള സാധനം, 1.5 ആഴ്ച കഴിഞ്ഞുള്ളത്. അത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോൾ ഒരു 4-5 ആഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഒരുപാട് ഇലകളൊക്കെ വരും. ആ സമയത്ത് ഇതെടുത്ത് പ്രത്യേകം ബേസനിൽ സെറ്റാക്കിയ ബേസനിൽ നടും. അപ്പോൾ അതാണ് പരിപാടി. അതുപോലെ തന്നെ ആദ്യം നമ്മളിത് വളർത്താൻ വേണ്ടി ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. പക്ഷേ അതിനകത്ത് എല്ലാം കൂടെ കാക്ക വന്നതെല്ലാം മൊത്തം കൊത്തി നശിപ്പിച്ചു. പിന്നീടാണ് നമ്മുടെ ഇവിടെ ഈ ചെടി ഇതവിടെ വളർന്ന് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അത് നമ്മളിവിടെ തന്നെ വെച്ചിരിക്കുക. കാര്യം അവിടെ ഇട്ടൊന്ന് നല്ല വെയിലടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് വാടിപ്പോകും. അതുകൊണ്ട് അവിടെ തന്നെ വെച്ചിരിക്കുക. ഇത് നമ്മളൊരു പെയിൻറ്റിങ് ആണ്. എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം. ഞാൻ വീടൊക്കെ പാചകം ചെയ്യുന്ന സമയത്ത് ഞാൻ പുറത്തുനിന്ന് കണ്ടപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ്. ഇത് 10,000-2000 രൂപയായിരുന്നു.
മീൻ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കറി വെച്ചാ? കറിയുടെ പരിപാടിയായോ? അടുപ്പി വെച്ചോ? അതെപ്പോ നോക്കട്ടെ നിന്റെ കറി, മീൻ കറി. അടിപൊളി സൂപ്പർ മീൻ കറി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇവളാണ് വെച്ചത്. ലോണ്ട് ലവൾ. അടിപൊളി മീൻകറി ആയിട്ടുണ്ട്. ഒരു സൈഡിൽ മീൻ പൊരിച്ചുകൊണ്ടിരിക്കുന്നു. ഫ്രൈ ആയിട്ടുണ്ട്. ചോറ് കഴിക്കാതെ ആയി. ഓക്കെ, അപ്പം ഭക്ഷണമൊക്കെ ആവാറായി. നമ്മൾ ഏകദേശം 1:45 ആകുമ്പോഴത്തേക്ക് ഭക്ഷണം കഴിക്കും. നല്ല വെയിലുണ്ട്. നീ ഇച്ചിരി കഴിച്ചിട്ട് പോ. ഇവിടെ എല്ലാം ഉണ്ട്. ഇവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. ചീനി, സലാഡ്, മീൻ ഫ്രൈ, തോരൻ, പുളിശ്ശേരി. നീ ചോറെടുത്തില്ലേ? വാ. നീ ഇത് കഴിക്കാത്ത എന്താ? എന്താ വേണം? അയ്യാ, എല്ലാ ദിവസവും ചിക്കൻ. നീ ഇത് കഴിക്കേ. ഇത് ശാലം കഴിച്ചിട്ട് പോവാ. അതല്ല, നീ ഇത് കുറച്ച് ഇരുന്ന് കഴിച്ചിട്ട് പോവാ. എഴുന്നേറ്റ് വാ. ചോറ് കൊണ്ടുവാ. വാടാ. ചോറ് മീൻകറി കുറിച്ചില്ല. ശരി, അത് പറയാൻ പറ്റില്ല. മീൻകറി, പുളിശ്ശേരി, സലാഡ്, മീൻ ഫ്രൈ, തോരൻ, കപ്പ, ചീനി. ഇത്രയും കറികളാണ് ഇന്നത്തെ നമ്മുടെ വീട്ടിലെ ലഞ്ചിനുള്ളത്. ചോറ് കൊണ്ടുവാ. കമോൺ, ചോറ്. എടാ വന്നിരിക്കടാ. നീ വന്നിരിക്കേ. നീ വാ, നീ ഇരിക്കേ. ചോറ് അവന് ശാലുണ്ട്. ഇതിനകത്ത് അവന് അത് ഞാനിട്ട് അറിയിപ്പം പോയി. ചോറ് മാത്രം. ചോറ് മാത്രം. മീൻകറി ഉണ്ട്. മീൻകറി സൂപ്പർ. അപ്പോൾ നമ്മൾ ഉച്ചക്കത്തെ ലഞ്ച് ബ്രേക്ക്, ഉച്ചക്കത്തെ ലഞ്ച് സ്കൂളിൽ പറയുന്ന പോലെ ഉച്ചക്കത്തെ ലഞ്ച് കിടക്കുകയാണ്. ഇയാൾ ഭയങ്കര കരച്ചിൽ. ചിക്കൻ കറി ഇല്ലാത്തതുകൊണ്ടാണ് കരച്ചിൽ.